മരണശേഷം ഒന്നുമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, ദൈവമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരുപാട് തെറ്റുകളും ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളും തെറ്റുകൾ മാത്രം ചെയ്ത ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ കൂടെ ജീവനോടെ അടക്കുകയാണ് ഈ പെൺകുട്ടി. അതെ, സ്വന്തം ഇഷ്ടപ്രകാരം ആ മനുഷ്യൻ്റെ കൂടെ ജീവനോടെ ഈ പെൺകുട്ടിയെയും അടക്കുകയാണ്. അവളൊരു വീഡിയോ ക്യാമറ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു റൂം ഉണ്ടാക്കിയിട്ട് ആ വീഡിയോ ക്യാമറയിൽ ഒരു രാത്രി മുഴുവൻ നടക്കുന്ന സംഭവം റെക്കോർഡ് ചെയ്ത ശേഷം ലോകം മുഴുവൻ അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മരണശേഷം യാതൊരു ശിക്ഷാവിധികളും ഇല്ലെന്നും സ്വർഗമോ നരകമോ ഒന്നുമില്ല എന്നും ദൈവമില്ല എന്നും ഒക്കെ തെളിയിക്കാൻ വേണ്ടി ആ പെൺകുട്ടി ശ്രമിക്കുകയാണ്. ആരാണ് ഈ പെൺകുട്ടി? അതറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് പുറകിലോട്ട് പോകണം. തൻ്റെ ബാല്യകാലത്തിൽ സ്വന്തം കൺമുൻപിൽ വെച്ച് തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടേണ്ടി വന്ന ഒരു പെൺകുട്ടിയും അവളുടെ അനിയനും. അതെ, ഒരു തീവ്രവാദി ആക്രമണത്തിൽ സ്വന്തം കൺമുൻപിൽ വെച്ചിട്ട് ആ പെൺകുട്ടിക്കും അവളുടെ അനിയനും സ്വന്തം അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് അവർ അനാഥരായിട്ട് മാറുകയാണ്. ആ അനാഥരായിട്ടുള്ള ആ കുട്ടികളെ ഒരു ഓർഫനേജിലോട്ട് മാറ്റുന്നു. എന്നാൽ അവിടെ അവർ നേരിടുന്നത് അത്യന്തം ക്രൂരമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങളാണ്. ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കാൻ വയ്യാണ്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ ഓർഫനേജിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കം വഴി മാത്രമേ അവർക്ക് പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ തുരങ്കത്തിനകത്തൊരു പ്രേതാത്മാവ് ഉണ്ടെന്നുള്ള വിശ്വാസത്തിന് പ്രകാരം ആരും അതുവഴി പോകാറില്ല. എന്നാലും ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം സഹിക്കാൻ വയ്യാണ്ട് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അനിയനും കൂടെ ആ തുരങ്കം വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ തുരങ്കത്തിനകത്ത് കയറുമ്പോൾ അവരവിടെ കാണുന്നത് വളരെയധികം ക്രൂരമായ പീഡനങ്ങളുടെ ഇരയായിട്ട് മരിച്ച ഒരു ബാലനെയാണ്. അതെ, ആ ബാലന്റെ ആത്മാവ്, ആ തുരങ്കത്തിനകത്ത് വെച്ച് മരിച്ച ഒരു ബാലൻ, ആ ബാലന്റെ ആത്മാവിനെ അവരവിടെ വെച്ച് കാണുകയാണ്. അത് മാത്രമല്ല, അവരുടെ രക്ഷപ്പെടൽ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ആ ഓർഫനേജിന്റെ അധികാരികൾ അവരെ അവിടെ വെച്ച് പിടികൂടുന്നു, അവരെ തിരിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ അവരവിടെ ഒരിക്കലും ഈ ശ്രമം നിർത്തുന്നില്ല. വീണ്ടും ഒരു ശ്രമത്തിനൊടുവിൽ ആ ബാലന്റെ പീഡനങ്ങളും കാര്യങ്ങളും ഒന്നും സഹിക്കാൻ വയ്യാണ്ട് ആ ബാലനെയും കൂട്ടി അവസാനം ഒരുപാട് ശ്രമത്തിന് ശേഷം ആ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതെ, അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ പുറം ലോകത്തോട്ടെത്തി അവർ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട ശേഷം അവരൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി ജോയിൻ ചെയ്യാണ്. അവിടുത്തെ ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്താണ് അവർ ജീവിക്കുന്നത്. ആ ഓൾഡ് ഏജ് ഹോമിൽ പോകുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ, സൂപ്പർ നാച്ചുറൽ തിങ്സ്, അവരവിടെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. പക്ഷേ ആ പെൺകുട്ടി എങ്കിലും ദൈവത്തിലോ മരണത്തിലോ മരണശേഷം ഒരു ശിക്ഷയുണ്ടെന്നോ ജീവിതമുണ്ടെന്നോ ഒന്നും തന്നെ ആ പെൺകുട്ടി വിശ്വസിക്കുന്നില്ല. ആ ഓൾഡ് ഏജ് ഹോമിലുള്ള ആൾക്കാരെയൊക്കെ പുള്ളിക്കാർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ആ ഓൾഡ് ഏജ് ഹോമിനകത്ത് ഒരാൾ വരുന്നു. ആ ആൾ ഒരുപാട് തെറ്റ് തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി, അയാൾ മരിക്കുമ്പോഴേക്കും നമുക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം, അയാൾ മരിക്കുമ്പോൾ അയാളുടെ കൂടെ അയാളുടെ കല്ലറയിൽ ജീവനോടെ അടക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി തൻ്റെ സഹോദരനോട് പറയുകയാണ്. അതെ, ജീവനോടെ അയാളുടെ കൂടെ ആ പെൺകുട്ടിയെ അതിനകത്ത് അടക്കം ചെയ്യുക. അത്യന്തം പാപം ചെയ്ത ഒരാൾ, ജീവിതകാലം മുഴുവൻ തെറ്റുകൾ മാത്രം ചെയ്ത ഒരാൾ, അങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ അയാൾ തീർച്ചയായിട്ടും നരകത്തിലേക്ക് പോകും. അയാൾ ജീവിതത്തിൽ യാതൊരു ശിക്ഷയും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ മരണശേഷം അയാൾക്ക് ശിക്ഷ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി അങ്ങനെ സ്വന്തം സഹോദരന്റെ സഹായത്തോടു കൂടി ആ മനുഷ്യന്റെ കല്ലറയിൽ ജീവനോട് അടക്കപ്പെടുകയാണ്. ആൻഡ് ആ കല്ലറയുടെ അകത്തൊരു മണി കെട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ചരട് വലിച്ചു കഴിഞ്ഞാൽ ആ മണി കുലുങ്ങും. അപ്പോഴേക്കും തന്റെ സഹോദരന് ഉടനെ തന്നെ ആ പെൺകുട്ടിയെ കുഴിച്ച് പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ശരിയാക്കിയ ശേഷം ആ പെൺകുട്ടി ജീവനോടെ ആ കല്ലറയിൽ അടക്കുന്നു. അതിനകത്ത് തന്നെ ചെറിയൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന വിഷ്വൽസ് വെച്ച ശേഷം ആ പെൺകുട്ടിക്ക് ലോകം മുഴുവൻ വിളിച്ചു പറയാം, അതെ, ദൈവമില്ല, മരണമില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല, മരിച്ച ശേഷം അവിടെ എല്ലാം തീരുന്നു. എത്ര തെറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും മരിച്ച ശേഷം അയാൾക്കൊരു ശിക്ഷയില്ല, നരകമില്ല, സ്വർഗമില്ല, ഒന്നും തന്നെ ഇല്ല. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി ചെയ്യുന്ന ഒരു കാര്യമാണിത്. ആ വീഡിയോ ക്യാമറയിൽ എല്ലാം പതിയുന്നു. അന്ന് രാത്രി ഒന്നും സംഭവിക്കുന്നില്ല. പെൺകുട്ടി സന്തോഷത്തോടെ എണീക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇനി തെളിയിക്കാം, ഇനി ലോകത്തോട് വിളിച്ചു പറയാം മരണശേഷം ഒന്നുമില്ല എന്ന്. തൻ്റെ മിഷൻ വളരെ വിജയകരമായിട്ട് വിജയിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് എണീക്കുകയാണ്. ഒരു വലിയൊരു ന്യൂസ് ചാനലിൽ പോയിട്ടൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ്. ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് വഴി മരണശേഷം ഒന്നുമില്ല എന്ന് തെളിയിക്കാനും, മരിച്ച ഒരാളുടെ കൂടെ കിടന്നിട്ട് തന്നെ അയാൾക്കും യാതൊരു പ്രശ്നമില്ല, തനിക്കും യാതൊരു പ്രശ്നമില്ല, ജീവിതത്തിന് ശേഷം മരണശേഷം ഒരു ജീവിതമില്ല, സ്വർഗമില്ല, നരകമില്ല, എത്ര തെറ്റ് ചെയ്ത ആളാണെങ്കിലും മരിച്ച ശേഷം അയാൾക്ക് യാതൊരു ശിക്ഷയും കിട്ടുന്നില്ല, നമ്മുടെ വിശ്വാസങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി ആ
ന്യൂസ് ചാനലിലോട്ട് പോവുകയാണ് തൻ്റെ കയ്യിലുള്ള വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട്. അവിടെ എത്തിയ ശേഷം ആ പെൺകുട്ടി ആ ഇന്റർവ്യൂ സമയത്ത് തൻ്റെ കയ്യിലുള്ള വിഷ്വൽസ്, താൻ ഇത്രയും കാര്യമായിട്ടുള്ളൊരു സംഭവം, അത്യന്തം ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു എന്ന് അവിടെ പറഞ്ഞ ശേഷം ആ പെൺകുട്ടി തൻ്റെ കയ്യിലുള്ള വിഷ്വൽസ് എടുത്ത് അവിടെ കൊടുക്കുകയാണ്. എന്നാൽ ആ വിഷ്വൽസ് അവിടെ പ്ലേ ചെയ്യുമ്പോൾ അവരെല്ലാം ഞെട്ടുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷ്വൽസിൽ ഒന്നും തന്നെ ഇല്ല. അതെ, ആ വിഷ്വൽസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. ഈ പെൺകുട്ടി രാത്രി റെക്കോർഡ് ചെയ്ത യാതൊരു കാര്യവും അവിടെ ഇല്ല. ഇതിൽ വളരെയധികം ആ പെൺകുട്ടി വളരെയധികം പ്രയാസപ്പെട്ട്, വളരെയധികം സങ്കടപ്പെട്ട്, വളരെയധികം വിഷമത്തോടെ ആ ന്യൂസ് ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയ പെൺകുട്ടി വളരെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. തൻ്റെ യുക്തിക്ക് നിരക്കാത്തതെന്തോ, തൻ്റെ ബുദ്ധിക്ക് അധീനമായ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നു. ആദ്യം ഈ കുറ്റം, ആ വീഡിയോ ഇല്ല എന്നുള്ള സത്യം, ആ വീഡിയോ എവിടെ പോയി എന്നുള്ള കാര്യം പെൺകുട്ടിയുടെ സഹോദരൻ്റെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഡീപ് ഡൗൺ ഷി നോസ് ദാറ്റ് അവളുടെ ആ ബുദ്ധിക്കും അവളുടെ ശക്തിക്കും അവളുടെ യുക്തിക്കും ഒക്കെ അധീനമായിട്ടുള്ള എന്തോ ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. അവിടെ നിന്ന് ആ പെൺകുട്ടി അങ്ങനെ പതുക്കെ ഓൾഡ് ഏജ് ഹോമിലോട്ട് തിരിച്ചു പോവുകയാണ്. എന്നാൽ അവിടെ ആ പെൺകുട്ടിയെ കാത്തിരുന്നത് വളരെ വലിയൊരു അപകടമാണ്. ആ ഓൾഡ് ഏജ് ഹോമിൽ പെൺകുട്ടിയെ തേടിയെത്തുന്നത് ഒരു പണ്ടത്തെ അതിഥിയാണ്. ആ ഓൾഡ് ഏജ് ഹോമിൽ ഓൾറെഡി ആ പെൺകുട്ടി സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. ആ പെൺകുട്ടി പ്രേതങ്ങളെ അവിടെ കാണുന്നുണ്ട്, പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്, തനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. എങ്കിലും തൻ്റെ യുക്തിപരമായിട്ട് ആ പെൺകുട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് അതൊന്നും ഒരു രീതിയിലും മനസ്സിലാകുന്നില്ല. ഡീപ് ഡൗൺ ഷി നോസ് ദാറ്റ് എന്തോ ഒരു ശക്തി ആ പെൺകുട്ടിയുടെ കൂടെയുണ്ട്. അങ്ങനെ ഇരിക്കെ ആ ഓൾഡ് ഏജ് ഹോമിൽ ഒരു അതിഥി എത്തുന്നു. അതെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെൺകുട്ടി ഓർഫനേജിലായിരുന്ന സമയത്ത്, ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ സഹോദരനും ഓർഫനേജിലായിരുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ സഹോദരൻ ലൈംഗികമായിട്ട് ഉപദ്രവിച്ച ഒരു മനുഷ്യൻ, ആ ഓർഫനേജിലെ ആ ഒരു അധികാരി, അയാൾ അവസാനം ആ ഓൾഡ് ഏജ് ഹോമിൽ എത്തുകയാണ്. എന്നാൽ ഈ ഓൾഡ് ഏജ് ഹോമിൽ എത്തുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് മാത്രമേ ഇയാൾ ആരാണെന്ന് അറിയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ അനിയനും ഇയാൾ ആരാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അനിയൻ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. തൻ്റെ ജീവിതം നശിപ്പിച്ച് തനിക്ക് ഒരുപാട് ട്രോമ തന്ന ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ അനിയൻ തീരുമാനിക്കുന്നു. ഇതേ സമയത്ത് ആ ഓൾഡ് ഏജ് ഹോമിൽ ഒരു കപ്പിൾസ് ഉണ്ട്, വളരെയധികം പ്രായം ചെന്ന രണ്ട് മാതാപിതാക്കൾ. അപ്പോൾ അവർ വളരെയധികം നല്ല സ്നേഹത്തിലാണെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവർ വലിയൊരു പിണക്കത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അവർ ഒരുപാട് പിണങ്ങുന്നു, അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നില്ല. എന്നാൽ ഈ അപ്പൂപ്പന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വളരെയധികം സങ്കടത്തിലാകുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും ആ അമ്മൂമ്മയായിട്ട് സംസാരിച്ച പ്രശ്നങ്ങൾ തീർക്കണമെന്നുണ്ട്. അങ്ങനെ വളരെയധികം വിഷമത്തിൽ ആ അപ്പൂപ്പൻ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ അമ്മൂമ്മയ്ക്ക് ഒരു പ്രശ്നം പറ്റുന്നു. ആ ഓൾഡ് ഏജ് ഹോമിലെ ഒരു ആത്മാവ് ഈ അമ്മൂമ്മയുടെ ശരീരത്തിൽ കിടക്കുന്നു. ആൻഡ് ഈ അമ്മൂമ്മയെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓൾഡ് ഏജ് ഹോമിൽ ഈ ആത്മാവ് ഫോഴ്സ് ചെയ്യുകയാണ്. അങ്ങനെ ആ അമ്മൂമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ രീതി, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കാർക്കും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മൂമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച ആ രീതി എന്താണെന്ന് അറിയാവോ? ഒരു വാഷിംഗ് മെഷീൻ തുറന്ന ശേഷം തൻ്റെ തല മുഴുവൻ അതിനകത്ത് വെച്ചിട്ട് ആ അമ്മൂമ്മ വാഷിംഗ് മെഷീൻ ഓണാക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മൂമ്മയുടെ ശരീരം മുഴുവനായിട്ട് കിടന്ന് ഉരുളാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ ശേഷം ഇടുപ്പിന് മുകളിലോട്ടുള്ള ഭാഗം മാത്രം ഇളവി അവിടെ കിടന്ന് കറങ്ങി ആ അമ്മൂമ്മയുടെ ഇടുപ്പും ശരീരവും തലയും ഒക്കെ വേറെ പീസസ് ആയിട്ടങ്ങ് മാറുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ച. ഈ കാഴ്ച കണ്ട് അപ്പൂപ്പൻ തൻ്റെ ഹൃദയം തകർന്നങ്ങ് ഇരിക്കുകയാണ്. ആ ഒരു ആത്മാവ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി തൻ്റെ സ്വന്തം ശരീരത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അമ്മൂമ്മയെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ ഈ അമ്മൂമ്മയുടെ മരണത്തിന് ശേഷം ആ അമ്മൂമ്മയുടെ ഭർത്താവ് വളരെയധികം വിഷമത്തിലാവുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മൂമ്മ മരിക്കുന്ന സമയത്ത് അപ്പൂപ്പനുമായിട്ടൊരു പിണക്കത്തിലായിരുന്നു. അപ്പോൾ അപ്പൂപ്പന് അമ്മൂമ്മയുടെ അടുത്ത് നേരെ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ തീർക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ആ റിഗ്രറ്റ് കാരണം ആ അപ്പൂപ്പൻ വളരെയധികം സങ്കടത്തിലാകുന്നു. അപ്പോൾ ആ അപ്പൂപ്പൻ എങ്ങനെയെങ്കിലും അമ്മൂമ്മയുടെ അടുത്ത് സംസാരിക്കണം, എങ്ങനെയെങ്കിലും സംസാരിച്ചേ പറ്റൂ. പക്ഷെ മരിച്ചു കഴിഞ്ഞ ഒരാളുടെ അടുത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കാനല്ലേ? പക്ഷെ പറ്റും. ആ അപ്പൂപ്പനും ആ ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളും ആ നേഴ്സും ഒക്കെ കൂടി ഇരുന്നൊരു തീരുമാനം എടുക്കുന്നു. ആ അപ്പൂപ്പന്റെ വിഷമം കണ്ട്, ആ അപ്പൂപ്പന്റെ അത്രയും വിഷമം കണ്ട് സഹിക്കാൻ വയ്യാണ്ട് അവർ ഓജോ ബോർഡിലൂടെ അമ്മൂമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ തീരുമാനിക്കുന്നു. ആൻഡ് ഇതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അങ്ങനെ അവർ ആത്മാവിനെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ആ ഓജോ ബോർഡിലൂടെ ആ ആത്മാവിനെ ആവാഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ
എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയൊക്കെ ഉള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ അമ്മുമ്മയുടെ ആത്മാവ് മാത്രമല്ല അവിടെ വരുന്നത്. ഒരുപാട് ആത്മാവ് വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ആത്മാവുണ്ട്. ആരാണെന്നറിയാവോ? അന്ന് ആ കുട്ടിക്കാലത്ത്, ആ ബാല്യകാലത്ത് ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അനിയനും രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത്, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ കുട്ടിയുടെ ആത്മാവ് അവിടെ വരുന്നു. ആൻഡ് ഈ ആത്മാവ്, ഞാൻ നേരത്തെ പറഞ്ഞു ആ പെൺകുട്ടിയുടെ അനിയനെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ച ഒരാൾ അവിടെ ഉണ്ടെന്ന്. അപ്പൊ അയാൾ തന്നെയാണ് ഈ ബാലന്റെ മരണത്തിന് കാരണം. സോ ഈ ആത്മാവ് വന്ന ശേഷം ആ മനുഷ്യനെ അവിടെ വെച്ച് കൊല്ലുന്നു. ആ മനുഷ്യൻ അങ്ങനെ മരിക്കുന്നു. മരിച്ച ശേഷം ആ സെക്കൻഡിൽ ഓജോ ബോർഡിൽ അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ മനുഷ്യനും അവിടെ മരിച്ചു വീഴുകയാണ്. എന്നാൽ ആ കുഞ്ഞിന്റെ ആത്മാവ് വന്നിട്ട് ആ മനുഷ്യനെ കൊന്നിട്ട് പോലും പ്രശ്നങ്ങളൊന്നും അവിടെ തീരുന്നില്ല. അവർ വീണ്ടും ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കളി നിർത്താൻ പറ്റുന്നില്ല. ഓജോ ബോർഡ് വീണ്ടും അവർ കളിച്ചുകൊണ്ട് വീണ്ടും ആത്മാക്കളെ വിളിച്ചു വരുത്താൻ അവർ ശ്രമിക്കുകയാണ്. അടുത്ത് വരുന്നത് ആ അമ്മച്ചിയാണ്. ആ അമ്മച്ചി വന്ന ശേഷം ആ അപ്പൂപ്പനെയും തൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ അമ്മച്ചി ശ്രമിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആ പെൺകുട്ടി അവിടെയുണ്ട്. ആ പെൺകുട്ടി മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ്. ആ പെൺകുട്ടി എവിടെയാണെന്ന് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയത്തില്ല. ഓജോ ബോർഡ് കളിച്ച് ആ പെൺകുട്ടി ഏതോ ഒരു സ്ഥലത്തെത്തി. അതെ, ഒരു ട്രാൻസ് സ്റ്റേറ്റിലോട്ട് ആ പെൺകുട്ടി പോവുകയാണ്. അങ്ങനെ കണ്ണടച്ച് ഒരുപാട് കുതറി ഓടിയും രക്ഷപ്പെടാനൊക്കെ ആ പെൺകുട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് ഒരിടവും പോകാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടി ട്രാപ്പ് ആയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിന്റെ ആത്മാവിന് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. അതെ, ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞിന്റെ ആത്മാവിന് വേറൊരു ഉദ്ദേശം കൂടെയുണ്ട്. ഞാൻ ഈ സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഈ പറഞ്ഞ പെൺകുട്ടി ആദ്യം എന്താണ് ചെയ്തതെന്ന്, സ്വന്തമായിട്ട് ജീവനോടുകൂടി ഒരു കല്ലറയിൽ ദൈവമില്ല എന്നും മരണശേഷം ഒന്നുമില്ല എന്നും ഒരു ശിക്ഷയുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി സ്വന്തമായിട്ട് ജീവനോടെ കല്ലറയിൽ അടക്കപ്പെടുന്നു. അതെ, ആ പെൺകുട്ടി തിരിച്ച് വീണ്ടും ആ മൊമെന്റിലോട്ട് എത്തുകയാണ്. ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരുന്ന മൊമെന്റിൽ നിന്ന്, ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരുന്ന ആ റൂമിൽ നിന്ന് ആ കല്ലറയുടെ അടിയിലേക്ക് പെൺകുട്ടി വീണ്ടും അടക്കപ്പെടുകയാണ്. ആ പെൺകുട്ടിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നിമിഷം മുൻപേ താൻ ആ റൂമിലിരുന്ന് ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് താൻ ആ കല്ലറയുടെ അടിയിലെത്തി. ആൻഡ് ഈ സമയത്ത് ആ പെൺകുട്ടി ഒറ്റയ്ക്കല്ല. ഇപ്പോൾ അവിടെയുള്ളത് തൻ്റെ അടുത്ത് ആദ്യം അടക്കം ചെയ്ത ശവവുമല്ല, ഇപ്പോൾ മരിച്ച ആ മനുഷ്യൻ, തൻ്റെ അനിയനെ ലൈംഗികമായി പീഡിപ്പിച്ച ആ മനുഷ്യൻ, ആ കുഞ്ഞിനെ കൊന്ന ആ മനുഷ്യനാണ് തൻ്റെ അടുത്ത് കിടക്കുന്നത്. അതും അയാൾ മരിച്ചല്ല കിടക്കുന്നത്, അയാൾ ജീവനോടെ അടക്കപ്പെട്ടിരിക്കുന്നു. ആൻഡ് അവിടെയും തീരുന്നില്ല. ആ കല്ലറ ഇങ്ങനെ അടുത്തടുത്ത് പതിഞ്ഞു വരികയാണ്. ആ കല്ലറ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി കല്ലറയെ പുറത്തോട്ട് തള്ളാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കല്ലറ ആ പെൺകുട്ടിയെ ചതച്ചരയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതേ സമയത്ത് മറ്റൊരു സംഭവം കൂടെ നടക്കുന്നു. തൻ്റെ അടുത്ത് കിടക്കുന്ന ശവത്തിന്, തൻ്റെ അടുത്ത് കിടക്കുന്ന ജീവനില്ലാത്ത ശവം പോലുമല്ല, ആ മനുഷ്യന് ഇപ്പോൾ ജീവനുണ്ട്. ഒരു എൻറ്റിറ്റി, ഒരു പിശാച് പോലത്തെ ഒരു സാധനം വന്ന് ആ ജീവനുള്ള മനുഷ്യനെ പച്ചയ്ക്ക് കൊത്തിക്കീറുകയാണ്. അതെ, പച്ചയ്ക്ക് ആ മനുഷ്യനെ കൊത്തിക്കീറി ആ മനുഷ്യന്റെ ശരീരം മുഴുവൻ അവിടെ ചിതറിക്കിടക്കുകയാണ്. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തവും തൻ്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഇളകി തെറിക്കുന്നു. ആ മനുഷ്യന്റെ ശരീരത്തിലെ രക്തം ആ പെൺകുട്ടിയുടെ മുഖവും ശരീരത്തിൽ മൊത്തം ആകുന്നു. ആ പെൺകുട്ടിക്ക് ഇനി അവിടെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ച ആ പെൺകുട്ടിക്ക് ആ ആത്മാവ് ദൈവമുണ്ടോ എന്നും മനുഷ്യനുണ്ടോ എന്നും മരിച്ച ശേഷം ഒരു ജീവിതമുണ്ടോ എന്നും സ്വർഗമുണ്ടോ എന്നും നരകമുണ്ടോ എന്നും ശിക്ഷ ഉണ്ടോ എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. ആ പെൺകുട്ടിക്ക് ഇനി അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. അവൾ അലറി വിളിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആ ആത്മാവ്, ആ പിശാച്, ആ മനുഷ്യൻ, ആ ജീവനോടെ ആ മനുഷ്യനെ കുത്തിക്കീറുകയാണ്. താൻ ചെയ്ത പ്രവൃത്തികൾക്ക്, താൻ ജീവിതത്തിൽ ചെയ്ത മോശമായ പ്രവൃത്തികൾക്കൊക്കെയുള്ള ആ ഒരു റിസൾട്ട്, അതിനൊക്കെയുള്ള ആ ഒരു ശിക്ഷ ആ പയ്യന്, ആ മനുഷ്യൻ അപ്പം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പെൺകുട്ടി ലൈവായിട്ട് കാണുന്നു. ഇനി ആ പെൺകുട്ടിക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല. അവസാനം തൻ്റെ സഹോദരനോട് എന്നെ രക്ഷിക്കൂ എന്ന് ആ കല്ലറയുടെ അടിയിൽ കിടന്ന് ഉറക്കെ വിളിക്കുന്ന ആ പെൺകുട്ടിയെ തൻ്റെ സഹോദരൻ ആ കല്ലറ പൊളിച്ച് മാറ്റി സഹോദരൻ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. ആ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ആ സഹോദരനും കാണുന്നു ആ എൻറ്റിറ്റി, ആ പിശാച് പോലത്തെ ആ എൻറ്റിറ്റി ആ മനുഷ്യന്റെ ശരീരത്തിനെ കുത്തിക്കീറുന്നത് ആ പയ്യനും കാണുന്നു, ആ സഹോദരിയും കാണുന്നു. അങ്ങനെ അവർക്ക് ദേ ലേൺഡ് ഇറ്റ് ദ ഹാർഡ് വേ. അവർ ആ സത്യം മനസ്സിലാക്കുന്നു. ദൈവമുണ്ടെന്നും മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നും മരണശേഷം ശിക്ഷാവിധി ഉണ്ടെന്നും നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെയുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നൊക്കെ ആ പെൺകുട്ടി മനസ്സിലാക്കുന്നതിലൂടെ ആ പെൺകുട്ടി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അതോടുകൂടി ഈ സിനിമ തീരുകയാണ്. യെസ്,
അപ്പോൾ ഈ സിനിമയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്.